ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അയല നല്ല അയല കിട്ടിയിട്ടുണ്ട്. നല്ല അയല എന്ന് പറഞ്ഞാൽ പിടയ്ക്കണ അയലയൊന്നും അല്ല, ഇച്ചിരി പഴക്കമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അയല തേങ്ങ അരച്ച് പച്ചക്കറി വയ്ക്കാമെന്ന് വിചാരിച്ച്. അത് കാരണം നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് അയല വെട്ടി അതിനകത്ത് ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ അയിലയ്ക്കകത്തൊരു കറുപ്പുണ്ട്, ആ കറുപ്പ് നമ്മൾ കളഞ്ഞെങ്കിൽ അതിൻ്റെ ഉളുമ്പ് മാറത്തുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ച് നല്ല വൃത്തിയായിട്ട് അയല വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാങ്ങായും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താണ് നമ്മളിത് കറി വയ്ക്കുന്നത്. മാങ്ങ എന്ന് പറഞ്ഞാൽ ഇപ്പം മാങ്ങയുടെ സീസണാണ്. മാങ്ങ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് പച്ച തേങ്ങ അരച്ച് പച്ചയ്ക്ക് വയ്ക്കുക, പച്ചക്കറി വയ്ക്കുക എന്ന് പറയും. അങ്ങനെ നമ്മൾ പച്ചക്കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അത് കൂട്ടാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ പച്ചക്കറി വെച്ചത് ചോറിനകത്തോട്ട് ഒഴിച്ചിട്ട് ആ പച്ചമുളകും മാങ്ങായും കൂടെ ഞെരടണം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മണം തന്നെ കേൾക്കുമ്പോൾ അടിപൊളിയാണ്. ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട്. അത് മൂവാണ്ടൻ മാങ്ങയാണ്, നല്ല തൊലി കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ ഇഞ്ചി, നല്ലൊരു ഇഞ്ചി കഷ്ണത്തിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതാ പച്ചമുളക് 5-6 ഇട്ടിട്ടുണ്ട്. നല്ല വിളഞ്ഞ മുളകാണ്. പച്ചക്കറി വയ്ക്കുമ്പോൾ പച്ചമുളക് ഏറെ ഇടണം, എന്നെങ്കിൽ അതിന് സ്വാദും ടേസ്റ്റും ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ 2 കഷ്ണം വെളുത്തുള്ളി. അതിൽ കൂടുകയും ചെയ്യരുത്, കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടരുത്. കൂടിയാൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. പിന്നെ തേങ്ങ തിരുമ്മി വെച്ചതാണ്, തിരുമ്മിയിട്ട് അതിനകത്ത് കാശ്മീരി ചില്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും കൂടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഈ തേങ്ങ തിരുമ്മിയതിനകത്ത് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. എൻ്റെ ഒരളവിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ എരിവ് പാകമോ അല്ലാതായിപ്പോവും. അതുകൊണ്ട് അവരവരുടെ എത്രയാണോ അവരവർ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചേർക്കുക. അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അരച്ചെടുത്ത അരപ്പാണിത്. നല്ല കുറുകുറാന്നിരിക്കുന്ന അരപ്പ്. ഇനി നമുക്ക് ഈ അരപ്പ് ഈ ചെറിയ ചട്ടിക്കകത്താണ് ഞാൻ മീൻകറി വെക്കുന്നത്. അതിനുള്ള കഷ്ണം എടുത്തിട്ടുള്ളൂ. ഈ മീൻകറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണേൽ ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കാം. നല്ലോണം കുറുകിയിരിക്കുന്നതല്ലേ, ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് മാങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. മാങ്ങ നല്ലോണം അരിഞ്ഞ മാങ്ങ അതിനകത്തിട്ട് അത് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ അതിനകത്ത് അത്രയും പച്ചമുളക് ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്, എപ്പോഴും നല്ല എരിവുണ്ടാവും. പിന്നെ ആ 2 കഷ്ണം വെളുത്തുള്ളി ഇട്ട്, വെളുത്തുള്ളി കുറച്ചേ ആകാവുള്ളൂ, ഞാൻ എപ്പോഴും അതാ പറയുന്നത്. ബാക്കി അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മുടെ കൈ കഴുകിയിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ലോണം ആ കൈ കൊണ്ടൊന്ന് ഞവടി കൊടുക്കുക. പച്ചമുളകൊക്കെ ഒന്ന് ഉടയത്തക്ക വിധത്തിൽ ഞവടി കൊടുക്കുക. ഞാൻ ഈ ഞവിടുന്ന കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? ചിലവർ ഫാഷൻ കാണിക്കാൻ വേണ്ടി സ്പൂൺ ഇട്ട് കലക്കും. അതിന് കറി വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൈയൊക്കെ അതിൽ ചെന്നെങ്കിലേ ആ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. സ്പൂണൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. പണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ സ്പൂൺ ഇട്ടാണ് കഴിക്കുന്നത്? ഒന്നുമല്ല. പിന്നെ ഞാൻ ഞവടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കുകയാണ്. നല്ലോണം കുറുകിയിരുന്നത് കൊണ്ടാണ് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് വീണ്ടും എൻ്റെ കൈ തന്നെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കും. പിന്നെ അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി കറിവേപ്പില ഇടാമെന്ന് വിചാരിച്ച്. ഇപ്പുറത്തെ കയ്യിൽ ക്യാമറ പിടിച്ചതുകൊണ്ടാണ് ഞാൻ ആ കറിവേപ്പില കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇളക്കിയിരിക്കുന്നത്. കറിവേപ്പില നമുക്ക് വീണ്ടും അതൊന്ന് ഞവടിയെടുത്താൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് പെയ്യൊന്ന് ഇളക്കാറുണ്ട്. അത് കറിവേപ്പില മാത്രമായതുകൊണ്ടാണ് സ്പൂണിലിട്ട് ഇളക്കിയത്, അല്ലാതൊന്നുമല്ല. ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുമ്പോൾ എപ്പോഴും കൈകൊണ്ട് ഞവടി തന്നെ വെക്കുക, അതാണ് ടേസ്റ്റ്. ഇത് ഞാനൊന്ന് നല്ലോണം ഒന്ന് ഞവടിയായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നമുക്കത് അടുപ്പയിലോട്ട് വയ്ക്കാം. അടുപ്പയിലോട്ട് വെച്ച കറി നല്ല സൂപ്പറായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുമ്പോൾ നമ്മൾ കറി ഇളക്കാൻ പറഞ്ഞുകൊണ്ട് തിളച്ച് കഴിയുമ്പം കൈയിട്ട് ഇളക്കരുത്. ഇളക്കിയാൽ നല്ലോണം കൈ പൊള്ളും. നല്ല തിളച്ച കറിയാണ്. അപ്പോൾ ഒരു സ്പൂണിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിന് ഉപ്പുണ്ടോ, എരിവുണ്ടോ, ടേസ്റ്റുണ്ടോ, മണമുണ്ടോ എന്നൊക്കെ നോക്കുക. എൻ്റെ കറിക്ക് നല്ല മണവും ഉണ്ട്, ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിന് പിടിച്ചിട്ടുണ്ട്. നല്ല കുറാന്നിരിക്കുന്നത് നല്ല സൂപ്പർ തേങ്ങ അരച്ച് പച്ചക്കറി വെച്ച അയിലക്കൂട്ടാനെന്നോ അയിലക്കറി എന്നൊക്കെ പറയും. ഓരോ തിളയ്ക്കും ആ എണ്ണ പൊങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്. അത് നല്ല തേങ്ങ അടിച്ച് പച്ച വെളിച്ചെണ്ണ. ആ പച്ച വെളിച്ചെണ്ണ ചേർത്തൊന്ന് ചുറ്റിച്ച് വരുമ്പോഴത്തേക്കുണ്ടല്ലോ പെയ്യെ ആ തീ അങ്ങ് ഓഫ് ചെയ്യണം. അപ്പം ഇല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ
ടേസ്റ്റ് വേറെ ആയിപ്പോൾ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ തെളിച്ചെണ്ണ ഇങ്ങനെ പൊങ്ങി വരുന്നു. അതിനകത്തോട്ട് ഞാൻ 2 തണ്ട് കരിയാപ്പില വീണ്ടും ഇടാറുണ്ട്. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് അടച്ച് വയ്ക്കുക. ഇതൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയാം, എൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെങ്കിലേ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ആ മീൻകറി ഒന്ന് അടച്ച്